അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് നൂറടിത്തോട്ടിലെ ഒരു മീൻപിടുത്തത്തിലേക്കാണ്. അപ്പോൾ നമ്മളിന്ന് വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് നമ്മുടെ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നടക്കുന്ന രസകരമായ അല്ലെങ്കിൽ കിഡിലൻ മൊമെൻറ്റ്സ് ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ആദ്യത്തെ കുറച്ച് സെക്കൻഡുകളിൽ കാണിക്കുന്ന മൊമെൻറ്റുകളൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജി ടോക്സ് ഒറിജിനൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫിഷിംഗ് വീഡിയോ ആണിത്. അപ്പോൾ ഇത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആവും എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ മുന്നേ കണ്ട കുറച്ച് സെക്കൻഡിൽ നടന്ന സംഗതികളൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടുതലായിട്ട് ഇതൊന്നും പ്രതീക്ഷിക്കരുതെന്നൊന്നും ഞാൻ പറയില്ല. എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന് കണ്ടാലല്ലേ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നൂറടിത്തോട്ടിൽ പോയിട്ട് ഒരു മീൻപിടുത്തമാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ നൂറടിത്തോട് എന്ന് പറയുമ്പോൾ സാധാ ഒരു തോടല്ല കേട്ടോ. ഇതിനെക്കുറിച്ച് പല കഥകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് അത്ര കണ്ട് വ്യക്തമല്ലാത്തൊരു കേസ് കെട്ടായതുകൊണ്ട്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഇവരൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ നൂറടിത്തോടിന് മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ നൂറടിത്തോടിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, അറിയണം എന്ന്. അപ്പോൾ നൂറടിത്തോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് നൂറടി തോടിനെ കുറിച്ചിട്ട്. ഇതിലൊരു കാര്യം പറയാം, ഇത് ചെന്ന് അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഇത് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തോടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പൊന്നാനി കടപ്പുറമായിട്ട് ഇത് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞു കേൾവി മാത്രമാണ്. ഇത് എത്രത്തോളം ഇത് സത്യമുണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് ഉറപ്പിക്കണമെങ്കിൽ ഇതുമായി അത്ര അറിയുന്ന ഒരാളെ കണ്ട് സംസാരിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി ആവശ്യം ഉണ്ടാവണം, അല്ലാതെ എനിക്ക് മാത്രം ആവശ്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ നമ്മൾ പോയി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ടീമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ ഇവിടെ സംഭവിക്കും, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇവിടെ നൈസ് പ്ലേസാ. നമ്മളീ പാലത്തുമ്മ കയറുന്നിട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ഓ ഗൈസ്, മുന്നേ വന്നിട്ടുണ്ടോ? അന്ന് എൻ്റെ കൂടെ വന്ന് മീൻ പിടിക്കും നമ്മള്. അപ്പൊ എന്താ പറയാ, സമയം കളയില്ലേ, വാ. നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുന്നു നമ്മളെ തീറ്റയിൽ നിന്ന്. എടാ ഇതോനെ നീ ഫോണിൽ കളിക്കാനാണോ ഒന്ന്? വാ, വലിയ മീനുകളെ പിടിച്ചിട്ട് എങ്ങനെ കൊണ്ടുപോകും? ജംബോ ഫിഷിനെ പിടിച്ചത്. പക്ഷെ റൂബിന് മാത്രം ഒരു മീനും കിട്ടിയില്ല കേട്ടോ. അതും കൂടി അതിൽ ആൾക്കാർ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ എനിക്ക് തന്നില്ല, ഇവിടെ ഇട്. എനിക്ക് തന്നില്ലേട്ടാ. കൊത്തി പുല്ലേട്ടോ മച്ചാനെ. എൽദോനെ വെക്കാൻ അറിയില്ല എന്ന് പറയണ. വെക്കാൻ അറിയില്ല എന്ന് പറയണ ഗൈസ്. അൺസെറ്റപ്പ് സൈഫൈ മൂവി, സൈഫൈ സെറ്റപ്പിലാണ്. ഇത് ഫ്ലാഷ് ഒക്കെ ഓണായിട്ട് എടുക്കണ്ടോ? ഓ, പക്ഷെ താഴ്ത്തി പോണ്ടേ? ആ, എന്നിട്ട് നീ നടക്ക്, കുറച്ച് താഴ്ന്നു പോയാലാണത്. ഏയ് കടിക്കണ്ട ചെയ്ത്. എൽദോ ജംബോ ഫിഷർ, ജംബോ. നീ പൂഷേ.
നീ ക്ഷമ മേടിക്ക്. ഇത് ഇപ്പം കിട്ടാൻ ഇപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. ഇപ്പം തന്നെ ഇപ്പോൾ കിട്ടുമ്പോൾ ചെറുത് കിട്ടുക, കുറച്ച് നേരം കാത്തുനിന്ന് കഴിഞ്ഞ് കിട്ടുന്ന വലിയ സാധനങ്ങളായിരിക്കും ചിലപ്പം. ക്ഷമ ക്ഷമ എൽദോനൊക്കെ കാണണം എന്തൊരു ക്ഷമയില്ല. ഏയ് നീ ഏതെങ്കിലും സൈഡിൽ നീ ഇടുമ്പോൾ അപ്പം എന്തിനാ അവൻ തിരിക്കണേ? ഇവിടെ ഇടാൻ എൽദോനെ ഒരു വെറൈറ്റിക്ക്. അല്ലെ ആ ഗ്യാപ്പിലിടാ എൽദോനെ. നിനക്ക് ഇവിടെ നിന്ന് ഫോൺ കിട്ടിയത് അതെവിടെ കൊണ്ടുപോയി ആള്? അവിടെ നടന്നോട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോൺ വേണമെങ്കിൽ ഇവിടെ ബന്ധപ്പെടുക. പോ നീ ഇവിടെ നിന്ന് ബ്രാലിനെ പിടിക്കണം. ബ്രാലി പാമ്പല്ലേ പോണത്? പാമ്പ് കയറിപ്പെട്ടു. എവിടെ കാക്കത്ത് കുഞ്ഞിനെ കിട്ടണോ? റൂമിന് പ്രത്യേക കാക്കത്തേക്ക് കൊണ്ടുവരും. പാമ്പ് കയറി വിളിച്ചിരുന്നു. നല്ല മഴ റൂബേ. ആ നീ മഴ കൊള്ളുന്നില്ലല്ലേ? അതൊരു മറ്റേ പൊക്കി പിടിക്കുന്നുണ്ടോ മീൻ? എന്ത് മീനാടത്? ിന്നെ സമ്മതിച്ചല്ലേ? ഞങ്ങളുടെ ഇര മൊത്തം മാറ്റുന്നു. പക്ഷെ മാനല്ല, എന്താ ആട്. നീ ആ കോഴിയും കൂടി തിന്ന് ഫുള്ള് മൈദ തിന്നു. പോ മതി മതി പാത്രം എന്താ? ആടിന് ആൾക്കാരായിട്ട് നല്ല പരിചയമുള്ളതായിരുന്നു. ഫുള്ള് തിന്നറ ആടി. നിനക്ക് ആടിനൊക്കെ നല്ല കമ്പനി ആയതുകൊണ്ടല്ലേ? പോ ഇവിടെ ഒന്നുമില്ല. ആ എൻ്റെ ഹെൽമെറ്റ് ആവശ്യം. പോ ഇതിപ്പോ തട്ടിയാലും മുകളിലേട്ടോ. പ്രസവിക്കാറായാട് അല്ല വന്നാൽ നമുക്ക് പണിയല്ലേ? പോ ഇവിടെ ഒന്നുമില്ല. ഇത് മറ്റേ ആട് സിനിമയിൽ പോയല്ലേ, സിംഗാരിയാട്. ഓ ജിങ്കു. ഞങ്ങളുടെ തീറ്റ മൊത്തം നിന്ന ഒരു കില്ലാടി ആടിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴയായിരുന്നോ കയറിയത് അളിയനല്ല ചേച്ചി. എന്തുകൊണ്ടാണ് കാക്കത്തുരത്തിൽ താൻ പോകണമെന്ന് പറയാൻ കാരണം മഴ നനഞ്ഞൊരു വീഡിയോ എടുക്കണം. അപ്പം അതിനുള്ളൊരു മറുപടി താൻ തരണം. ഇവിടെ ഒന്നുമില്ല, ഞാൻ മുഖം ഒന്ന് കാണിക്കേ. ഓ അവിടെ എൽദോന്റെ മാസ്മരിക്കുമ്പോ എടാ ചിക്കൻ കഴിക്കില്ല. നീ ചിക്കനാ കുടലൊന്നും കഴിക്കില്ല. ഓ എൻ്റെ മോനെ കുട്ടനാട്ടിലെ ആൾക്കാർ ഇങ്ങനെ അറിയോ ജാതിപ്പെട്ട. അങ്ങനെ നൂറടിത്തോടിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അപ്പുറത്തെ വശത്തേക്ക് പോവാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒന്നും നമുക്ക് അടിച്ചില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് അപ്പുറത്തെ വശത്തേക്ക് പോകണം. അവിടെയാണെങ്കിൽ മഴ ആയതുകൊണ്ട് അധികം ആൾക്കാർ പോകാത്തതാണോ എന്താണെന്ന് അറിയില്ല. പുല്ലൊക്കെ വളരെയധികം വലുതായി നിൽക്കുന്നു. വഴി ചെറുതായിട്ടാണ് കാണുന്നത്. വളരെ റിസ്കി ആയ ഒരു യാത്രയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നേരെ തിരിച്ച് കാക്കത്തുരത്തിൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ റൂബിൻ ആദ്യമേ പറഞ്ഞാണ് കാക്കത്തുരുത്ത്. അപ്പോൾ ഞാനാണ് പറഞ്ഞത് നൂറടിത്തോട്ടിൽ നിന്ന് നമുക്ക് മീനിനെ അടിച്ചിട്ട് പോകാമെന്നൊക്കെ. പക്ഷെ നമുക്ക് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇനി ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോവാണ്. തലങ്ങും കിടന്ന് ചൂണ്ടെറിഞ്ഞിട്ടും ഇറച്ചിയുടെ പല പീസുകൾ വെച്ചെടുത്തിട്ടും മീനുകൾ ആരും മൈൻഡ് ചെയ്തില്ല. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. ഗൈസ് ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ എല്ലാ അറ്റംപ്റ്റും നശിച്ചു. ഞങ്ങൾ തോറ്റു മടങ്ങിയാണ് ഗൈസ്. വാ എല്ലാം നടക്കടവേക്കും അതൊക്കെ ചുരുട്ട് അതെ പുറത്ത് തേങ്ങയാണ്. നടക്ക് വെള്ളം മഴ കൊള്ളാതെ നടക്ക്.
ചപ്ലാച്ചിയാണ് തവള തവള അല്ലടാ അവരെ എന്തെങ്കിലും കിട്ടിയിട്ട് പിടയ്ക്കാനുള്ള പരിപാടി. പുൽച്ചാടീനെ പിടിച്ചിട്ടുണ്ടല്ലോ നമ്മള്. നോക്കണ കാണിച്ചാ ഫോക്കസ് ആവണില്ലടോ നീ. നോക്കടാ നമ്മുടെ അത്യാവശ്യം വലിയ മീനാട്ടാ. റൂബിനിസ് എന്താ പറയാ പറഞ്ഞത് അത്രയും കറക്റ്റായിരുന്നു എന്ന് തെളിച്ചോണ്ട. കവറെടുക്കും മീൻ നമുക്ക് സെയിം കല്ലുത്തിന് കിട്ടണല്ലേ എപ്പോഴും. ഇട്ടോ മതി 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 ഒഴിച്ചു കിട്ടോ. എല്ലാം കാണിച്ചേ നോട്ടെ. റൂബിൻ പറഞ്ഞ പോലെ റൂബിൻ മീൻ പിടിച്ചിരിക്കുകയാണ് ഗായ്സ്. അതുപോലത്തെ മീൻ അവിടെ കാണുമല്ലോ. ഇല്ല അതില്ല ഏട്ടാ. പക്ഷെ ഞാൻ പോയതെന്ന് വെച്ചാലേ ഒരു വലിയ മീൻ കിട്ടണേ നല്ലല്ലോടാ. ഇവിടെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ അവിടെ നിന്നല്ല കോഴി വിസിട്ട് ഫുൾ ബാക്കില് കാക്കകൾ പറന്നു പോണു സ്ലോ മോഷനിൽ. ഇന്ന് റൂബിൻ്റെ ദിവസമാണ്. റൂബിന് അടിക്കണം മീനിന്. കടുത്ത പ്രയത്നമാണ് ഗൈസ് നടക്കുന്നത്. ഒരുത്തനവിടെ ഒരുത്തൻ ഇവിടെ മറ്റവൻ അവിടെ. സീരിയസ് ആയിട്ടില്ല ഈ സൈഡിലിട്ട് നീ കൊണ്ടിട്ട് അത് നീ കുറച്ചേരം ഇട്ട് വെക്കടാ. അത് ഒന്ന് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേ. അവൻ ഡാൻസ് കളിക്കാൻ എൻ്റെ ഇടയ്ക്ക്. ഇനി നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ട്. എന്ത് പറയുന്നു ക്യാമറമാൻ? കുഴപ്പമുണ്ടാവില്ല. ആ മീനിലേക്ക് തരും. ഇതൊരു പട്ടിയുണ്ട്. റൂബിൻ്റെ ബാഗിൽ പട്ടി. നീ ആരടാ? അങ്ങനെ നമ്മൾ പിടിച്ചു കൊടുത്ത മീനുകൾ മൊത്തം ഫ്രിഡ്ജിൻ്റെ ബോക്സിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ 2 മീനുകളും വളരെ ഹെൽത്തി ആയിട്ട് ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ ഷോർട്ട് വീഡിയോസും നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ ഈ വ്ളോഗ് ലേറ്റ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വീഡിയോ കാണാനായി നമ്മുടെ ചാനലിൽ കയറി ഒന്ന് നോക്കിയാൽ മതി. ദെൻ ഇത്തരത്തിലുള്ള കിടിലൻ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് ചെയ്യാം. ഇനിയപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കിടിലൻ കണ്ടൻറ്റായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.